പത്തനംതിട്ടയിലെ പന്തളത്ത് വീടിന് മുകളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൻ്റെ വാർത്തയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നു. അവിടെ വീട്ടിൽ അകത്തുണ്ടായിരുന്ന 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടം ഉണ്ടായ പന്തളത്തെ കുരമ്പാലയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തിൻ്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ അപകടം വളരെ തീവ്രമാണോ? എന്താണ് ഈ അപകടത്തിൻ്റെ കാര്യം? വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലേക്കാണോ ഈ വണ്ടി മറിഞ്ഞത്? അതെ, വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലേക്കാണ് ഈ ലോറി പൂർണ്ണമായി മറിഞ്ഞിരിക്കുന്നത്. ഈ ലോറി ഇങ്ങനെ ഹൈവേയിൽ നിന്ന് നേരെ തൊട്ട് താഴേക്ക് മറിയുകയായിരുന്നു. എന്തായാലും അപകടത്തിൻ്റെ വ്യാപ്തി വളരെ ഭീകരം തന്നെയാണ്. പക്ഷേ വീട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ആളുകൾക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് നിലവിലെ സാഹചര്യത്തിലില്ല. കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിക്കാണ് ഈ 4 പേർക്കും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും തലയ്ക്ക് പരിക്കുണ്ട് എന്നൊരു പ്രാഥമിക വിവരം. ഇവരെ പന്തളത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വലിയൊരു അപകടമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വീട് പൂർണ്ണമായി, നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങളാണ് പകർത്തുന്നത്, വീട് പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയിലാണ്. ഉറങ്ങിക്കിടന്ന ആളുകളുടെ ശരീരത്തിലേക്കൊക്കെ ഈ കട്ടകളൊക്കെ വന്ന് പതിച്ചിട്ടുണ്ട്. ആംബുലൻസ് 108 ആംബുലൻസിലെ ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഇവരെ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത്. നമുക്ക് അവരൊക്കെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. അമ്മ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അമ്മയാണോ? എന്തായിരുന്നു അമ്മ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇതിനകത്ത് ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ ഈ വെളുപ്പിനെ ഈ പുക കണ്ടോണ്ടാ ഈ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ വലിയ മോളോട് പറഞ്ഞു, മക്കളെ ഇവിടെ അടുത്താന്നല്ലോ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് പറഞ്ഞ് വലിയ ഇതിനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ അവിടെ തുറന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പുകയാണ്. പിന്നെ ഒന്നും അറിയാൻ വയ്യ. പൊടിയാ. ഞാൻ പിന്നെ പൊടിയാന്നോ പുകയാന്നോന്ന് അറിയാം. ഞാൻ ഇതിലേക്കൂടെ ഇവിടെ വന്ന് എൻ്റെ മരുമോനെ വിളിച്ച് 2-3 വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉണ്ടമ്മേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചേട്ടാ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതിനകത്തുണ്ടമ്മേ എന്ന് പറഞ്ഞു. പിന്നത്തേതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. കാര്യമായ രീതിയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മക്കൾക്ക്? ഇല്ലെന്നാ അവരെന്നോട് പറയുന്നത്. അത് എൻ്റെ സമാധാനത്തിലാണോന്ന് എനിക്ക് പറ്റിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആരൊക്കെയാ താമസം? മക്കളുടെ പേരെന്തൊക്കെയാ? എൻ്റെ മരുമോനും എൻ്റെ മോളും എൻ്റെ 2 കൊച്ചുമക്കളും. അവൻ്റേതാ ഒരെണ്ണം എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ മൂത്ത മോളും ഒരു കൊച്ചുമോനും കൂടെ ഇതിനകത്ത്. ലോറി ഡ്രൈവറും ക്ലീനറും കണ്ടിരുന്നോ? കണ്ടെന്ന് മേളിലെ അച്ഛൻ പറഞ്ഞു, അവരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പരിക്കുണ്ടോ? എന്തുവാന്ന് അതും എനിക്ക് അറിയത്തില്ല. കാര്യമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ആണ് അവർക്ക് പറയാനുള്ളത്. കാര്യമായ രീതിയിലുള്ള അപകടം, കൈകാലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ മറ്റു തരത്തിലുള്ള ജീവന ഭീഷണിയായ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആശ്വസിക്കാം. 108 ആംബുലൻസിലെ ആളുകളെയും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും ഒക്കെ. ശ്രീജിത്ത്, ഒരു നിമിഷം. ഇപ്പോൾ ഈ കുരമ്പാലയിൽ നടന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഒരു നഴ്സ് നമ്മളോട് ചേരുന്നു. ശ്രീജയാണ്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ, ഇത് എത്ര മണിക്കാണ് ഈ അപകടം? എന്തായിരുന്നു ഈ അപകടത്തിന്റെ തീവ്രത? ഏകദേശം 1 മണിക്കൂർ മുമ്പിട്ടാണ് ഞങ്ങൾ ഈ കേസ് എടുത്തത്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ലോറിയുടെ കിടക്കും ആ വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. പക്ഷെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാവരും സുരക്ഷിതമായിട്ട് അടൂർ GH തന്നെയുണ്ട്. ഏത് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്? ഇവര് അടൂർ GH-ലാണ്. അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അല്ലേ? അപ്പം ഇതില് അവർക്ക് നേരിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? നേരിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ സാർ. മൊത്തം 6 പേരുണ്ടായിരുന്നു. ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെ. പിന്നെ ഒരു കുടുംബത്തിലെ 4 പേര്. ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കുണ്ടോ? പരിക്കുണ്ട് സാർ. അവരുടെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് ശ്രീജ? അല്ല, ഗുരുതരമായിട്ടൊന്നുമില്ല. താഴേക്കുള്ള മുറിവും പിന്നെ അത്യാവശ്യം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മുറിവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലീനറിന്റെ കാലിന് എന്തോ എക്സ്റേ എടുക്കാൻ വിട്ടേക്കുന്നതേ ഉള്ളൂ. ഈ പരിക്കേറ്റ ഈ വീട്ടിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈ മെഡിക്കൽ ചികിത്സ കിട്ടിയോ? കിട്ടി. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഫയർഫോഴ്സ് അയക്കുന്നതേ ഉള്ളായിരുന്നു എല്ലാവരും. ഞങ്ങൾ അന്നേരം തന്നെ എടുത്ത് GH കൊണ്ടുവരികയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ എനിക്കൊന്ന് അവർ സുഖം പ്രാപിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും സാർ. ഓക്കെ, വളരെ നന്ദി ശ്രീജ, നമുക്കൊപ്പം ചേർന്നതിന്. ശ്രീജിത്ത് തുടരുകയാണ്. ശ്രീജിത്ത്, നമ്മുടെ സിസ്റ്റർ പറയുന്ന അനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അവർ വളരെ വേഗം സുഖം പ്രാപിക്കുന്നു. മാത്രമല്ല ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന രീതിയിലുള്ള ആശ്വാസകരമായ വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മറ്റു വിവരങ്ങൾ?
എസ് കെ എൻ, തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആശ്വസിക്കാവുന്ന വാർത്ത. കാര്യമായ രീതിയിൽ ആളുകൾക്ക് പരിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ചേരുന്നുണ്ട്. ബി ജെ പിയുടെ നേതാവും ായ ഒക്കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പന്തളം പ്രതാപനൊക്കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്ഥിരമായ ഒരു അപകട മേഖലയാണ്. എന്താണ് പിന്നെ നമ്മുടെ പറന്തൽ മുതൽ മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ വരെ സ്ഥിരമായ അപകടം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ AC ജംഗ്ഷൻ തൊട്ടപ്പുറത്ത് വലിയൊരു ഭാരത് ബെൻസിൻ്റെ ഒരു ലോറി ഇതേപോലെ ഒരു വീടിൻ്റെ മുമ്പിലേക്ക് മറിഞ്ഞു. നമ്മുടെ ഈ പറന്തൽ ജംഗ്ഷന് ഈ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിൻ്റെ ചില ഈ വളവുകളുടെ അപാകതകൾ അന്നു മുതൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളൊരു പ്രദേശമാണ്. തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്, വീടിന് മുകളിലേക്കാണ്. അതെ, കുരമ്പാല ഈ പ്രദേശം. അപ്പോൾ ഇതിന് അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അന്നേ ഉണ്ട്. അതൊരു വലിയ ഭയത്തോടുകൂടി ആളുകൾ ഇങ്ങനെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ആളുകളൊക്കെ ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ ഭയത്തോടു കൂടിയാണ്. തീർച്ചയായും അതാണ് പൊതുപ്രവർത്തകനായ പന്തളം പ്രതാപനടക്കം പറയാനുള്ളത്. വലിയ തോതിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ട്. ഈ ഒരു പ്രദേശത്തെ റോഡിൻ്റെ അലൈൻമെൻ്റ് അടക്കം വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും തലനാരിഴക്കാണ് വൻ അപകടം ഒഴിവായത്. ഒരു വീട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകളുടെ ജീവനൊന്നും സംഭവിച്ചില്ല എന്നത് ആ ഒരു ആശ്വാസം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. എസ് കെ. താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് കുരമ്പാലയിൽ നിന്ന് ചേർന്നത്.